ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ മകനെ ഉപദേശിക്കാൻ അറിയില്ലേ? ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹുവിനെ വിശുദ്ധ ഖുർആനിൽ 34 ആയത്തുകളുള്ള ഒരു സൂറത്തിന് അല്ലാഹു നൽകിയത് ഈ മഹാനുഭാവന്റെ പേരാണ്. സയ്യിദുനാ ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് ഫലസ്തീനിലെ സർഫന്ദിലാണ്. ഫലസ്തീനിലെ സർഫന്ദിൽ അനേകം നബിമാർക്കിടയിലാണ് ആ മഹാനുഭാവൻ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അള്ളാഹു അതൊക്കെ സന്ദർശിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. 2 തവണ ആ മഹാനുഭാവന്റെ ഹളറത്തിൽ എത്തിപ്പെടാൻ തൗഫീക്ക് കിട്ടിയിട്ടുണ്ട്. കിട്ടാത്ത ഒരുപാട് മുഅ്മിനീങ്ങൾ ഈ മജ്ലിസിൽ ഉണ്ടാകുമല്ലോ. നമ്മെ എല്ലാവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നവരുടെ ഹളറത്തിൽ നമ്മളെ എത്തിച്ചു തരട്ടെ. ആമീൻ പറഞ്ഞേക്ക്. ആ സൗഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. ഏതായാലും ആ ലുക്മാൻ ഹക്കീം തങ്ങൾ തന്റെ മകനോട് ചില ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. അതിൽ ഒരു ഉപദേശം ഇങ്ങനെയാണ്: പൊന്നുമോനെ, യാ ബുനയ്യ ഇന്നദ്ദുനിയാ ബഹറുൻ അമീഖ് വഖദ് ഗരിഖ ഫീഹാ കസീറും മിനന്നാസ്. പൊന്നുമോൻ, ഈ ദുനിയാവെന്നത് വല്ലാതെ ആഴമുള്ള കടലാണ്. അതുകൊണ്ട് നീ ചിന്തിക്കണം. വഖദ് ഗരിഖ ഫീഹാ കസീറും മിനന്നാസ്. എത്രയോ മനുഷ്യർ ഈ ദുനിയാവെന്ന കടലിൽ മുങ്ങിച്ചത്തുപോയിട്ടുണ്ട്. യാതൊരു രക്ഷയുമില്ലാതെ മുങ്ങിച്ചത്തുപോയി. അതുകൊണ്ട് ദുനിയാവെന്ന കടലിൽ രക്ഷ വേണോ? ഫജഅൽ സഫീനത ഫീഹാ സഫീനതക തഖ്വല്ലാഹ്. ഈ കടലിൽ നീന്തി രക്ഷപ്പെടാൻ നിനക്ക് കഴിയില്ല. അതുകൊണ്ട് രക്ഷപ്പെടാൻ ഉതകുന്നൊരു കപ്പൽ വേണം. ഈ ദുനിയാവെന്ന കടലിലെ കപ്പൽ ഏതാണെന്നറിയോ? അത് തഖ്വല്ലാഹ്, തഖ്വയാകുന്നു. അത്തഖ്വാ ഹിയ സിലാഹുൽ അഖ്വാ. തഖ്വ അത് തന്നെയാണ് ഏറ്റവും വലിയ ആയുധം. അതിനേക്കാൾ വലിയൊരു ആയുധമില്ല. അതുകൊണ്ട് ആയുധത്തെ എൻ്റെ പൊന്നുമോൻ സ്വീകരിക്കണം. തഖ്വ വേണം. വഹശ്വുഹാ അൽ-ഈമാൻ. കപ്പൽ സഞ്ചരിക്കണമെങ്കിൽ അതിൽ ഇന്ധനം വേണ്ടേ? ഈ ദുനിയാവെന്ന കടലിലെ കപ്പലായ തഖ്വയുണ്ടല്ലോ, ആ തഖ്വക്കുള്ള ഇന്ധനം അൽ-ഈമാൻ. അടിയുറച്ച ഈമാനാണ്, യഥാർത്ഥ വിശ്വാസമാണ്. വിശ്വാസത്തിൽ പലതരത്തിലുള്ള വൈകല്യങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണ്. സ്വതന്ത്ര ചിന്താഗതിയുടെ പേരിൽ, മതനിരാസത്തിന്റെ പേരിൽ, മതത്തിന്റെ അതിർവരമ്പുകൾ ലംഘിച്ച് തോന്നിയതുപോലെ ജീവിക്കണമെന്ന താല്പര്യക്കാർ വളർന്നു വരുന്ന കാലഘട്ടമാണ്. ഈമാനാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ചിന്തിക്കണം. 40ാമത്തെ വയസ്സിൽ നുബൂവത്ത് കിട്ടിയ മുത്തു റസൂൽ, ആ റസൂലിന് നിസ്കാരം നിർബന്ധാക്കുന്നത് 12 കൊല്ലം കഴിഞ്ഞിട്ടാണ്. ഉമ്മത്തിന് നിസ്കാരം നിർബന്ധാക്കുന്ന നുബൂവത്ത് കിട്ടിയിട്ട് 12 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അവരെ പഠിപ്പിച്ചത് എന്താ? അതുവരെ പഠിപ്പിച്ചത് വിശ്വാസാണ്. വിശ്വാസത്തിൽ ഒരു തരത്തിലുള്ള വിള്ളലുകളും ഉണ്ടായിക്കൂടാ. എന്നാൽ പലതരത്തിലുള്ള വിള്ളലുകൾ പല പേരിലും ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നു. സ്വതന്ത്ര ചിന്താഗതിയുടെ പിന്നാലെയാണ് മനുഷ്യർ പലരും പോകുന്നത്. നമ്മുടെ മക്കൾ തന്നെ പലരും അറിയാതെ ആ കൂട്ടത്തിൽ പെട്ടുപോകുന്നു. നിസ്കരിക്കാൻ പറയുമ്പോൾ എന്ത് നിസ്കാരം? ആർക്ക് നിസ്കാരം? നിങ്ങൾ വേണമെങ്കിൽ നിസ്കരിച്ചോളൂ, ഞാൻ നിസ്കരിക്കുന്നില്ല, എന്റെ ഖബറിലേക്ക് ഞാനല്ലേ പോകുന്നത്. ഇങ്ങനെയൊക്കെയുള്ള മറുപടി മക്കളിൽ നിന്ന് കേൾക്കേണ്ടി വരുന്നത് എത്രമേൽ വേദനാജനകമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുവിലുള്ള അടിയുറച്ച വിശ്വാസം കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് വഹശ്വുഹാ, ദുനിയാവെന്ന കടലിലെ കപ്പലാകുന്ന തഖ്വക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധനം അത് അൽ-ഈമാൻ, ഈമാനാണ്. വശിറാഉഹാ അത്തവക്കുലു, അതിനൊരു സഞ്ചാരപാത വേണ്ടേ? ആ സഞ്ചാരപാത തവക്കുലാൻ. അപ്പോൾ ഈ ദുനിയാവിൽ വളരെ കുറഞ്ഞ സമയമേ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളൂ. അത് ആരാന്റെ ഹക്ക് പിടിച്ചു പറിക്കാൻ മെനക്കെടാതെ, ആരാനെ വേദനിപ്പിക്കാൻ മെനക്കെടാതെ, മറ്റുള്ളവരുടെ കുറ്റവും കുറവും നോക്കി നടക്കാതെ നമ്മൾ നമ്മുടെ ആഖിറത്തിലേക്ക് എന്ത് സമ്പാദിക്കുന്നു എന്നതാവണം നമ്മുടെ ചിന്ത.
നമ്മളിൽ പലർക്കും നമ്മളെ കാര്യത്തിലല്ലല്ലോ ബേജാറ്, മറ്റുള്ളവരുടെ കാര്യത്തെക്കുറിച്ചാണ് പലപ്പോഴും ചിന്ത. മറ്റുള്ളവരെ ചിന്തിച്ച് അവരുടെ കുറ്റം കുറവും കണ്ടെത്തി അത് പറഞ്ഞ് അതിൻ്റെ പേരിൽ അവസാനം നാശത്തിലെത്തിപ്പെടേണ്ട ഒരവസ്ഥയെ തൊട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. കുറഞ്ഞ സമയമേ ഉള്ളൂ, നന്നായി ഒരുങ്ങണം, ആഖിറത്തിന് വേണ്ടി ഒരുങ്ങണം. മഹാനായ ദുൽഖർനൈൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു ചരിത്രം പറഞ്ഞു കൊടുത്തു. ഒരിക്കൽ സഹാബത്തുൽ കിറാമിന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ശ്രദ്ധിക്കണേ, കേട്ടിട്ടില്ലേ ദുൽഖർനൈനിയെ കുറിച്ച് അലൈഹിസ്സലാം? ദുൽഖർനൈനിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. يسألونك عن ذي القرنين قل سأتلو عليكم منه ذكرا. നബിയേ യസ്അലൂനക അൻ ദിൽ ഖർനൈൻ, ദുൽഖർനൈനിയെ കുറിച്ച് അവർ നിങ്ങളോട് ചോദിക്കും. അവർ പലതും ചോദിക്കുന്ന കൂട്ടത്തിൽ ദുൽഖർനൈനിയെ കുറിച്ച് നിങ്ങളോട് ചോദിക്കും. ഖുൽ, നിങ്ങൾ പറഞ്ഞേക്കണം, സഅത്ലു അലൈക്കും മിൻഹു ദിക്റാ, നന്നായി ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് ദുൽഖർനൈനിയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ദുൽഖർനൈനിയുടെ പല സംഭവങ്ങളും സഹാബത്തിന് പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഹബീബായ നബി തങ്ങൾ പല സംഭവങ്ങളും പഠിപ്പിച്ചു. ആ കൂട്ടത്തിൽ ഒരു കഥയാണ് പറയുന്നത്, ശ്രദ്ധിക്കണം. ദുൽഖർനൈനിയും സംഘവും, മഹാനായ സയ്യിദുനാ ദുൽഖർനൈൻ അലൈഹിസ്സലാത്തു വസ്സലാം അലക്സാണ്ടർ രാജാവാണെന്നൊക്കെ അഭിപ്രായപ്പെട്ടവരുണ്ട്. ഏതായാലും അദ്ദേഹവും സംഘവും ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. രാത്രിയായപ്പോൾ ഇരുൾമുറ്റിയ ഒരു ഗുഹയിൽ അവർ പ്രവേശിച്ചു. വിശ്രമിക്കാൻ ഉതകുന്ന, ഇന്നത്തെ പോലല്ലല്ലോ അന്നത്തെ യാത്രയും അന്നത്തെ താമസവും ഒക്കെ. ഏത് കാലത്താണത്? രാത്രിയായപ്പോൾ ഇരുൾമുറ്റിയ ഒരു ഗുഹയിലേക്ക് അവർ പ്രവേശിച്ചു. അവിടെ മിനുസമുള്ള ചെറിയ കല്ലുകളുള്ളതായി അവർക്ക് അനുഭവപ്പെട്ടു. ദുൽഖർനൈൻ അലൈഹിസ്സലാത്തു വസ്സലാമും തന്റെ സംഘവും ആ ഗുഹയിലേക്ക് പ്രവേശിച്ചു. രാത്രിയാണ്, വെളിച്ചമില്ല. അവിടെ കുറെ മിനുസമുള്ള കല്ലുകളുള്ളതായി അവർക്ക് തോന്നി. ഉടനെ ദുൽഖർനൈൻ അവരോട് ആവശ്യപ്പെട്ടു, ആ കല്ലുകളെടുത്ത് ഓരോരുത്തരും തന്റെ സഞ്ചിയിൽ സൂക്ഷിക്കണം. ഈ മിനുസമുള്ള കല്ലുകൾക്ക് നിങ്ങൾ വില കൽപ്പിക്കണം. അതെടുത്ത് ഓരോരുത്തരും അവനാന്റെ സഞ്ചിയിൽ സൂക്ഷിക്കണം. ചില ആളുകൾ അത് കേട്ടപാടെ പരമാവധി എടുത്തു സഞ്ചിയിലാക്കി. ചിലരാവട്ടെ ഏതാനും കല്ലുകൾ മാത്രം എടുത്തു സഞ്ചിയിലിട്ടു. മറ്റു ചിലരാവട്ടെ, എന്തിനാണ് ഈ കല്ലിന്റെ ആവശ്യം, നമുക്ക് ഈ കല്ല് വേണ്ടെന്ന് പറഞ്ഞ് എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തിന്റെ വാക്കിനെ അവഗണിച്ചു. അദ്ദേഹത്തിന്റെ വാക്കിനെ അവഗണിച്ചിട്ടൊരു കല്ല് പോലും എടുത്ത് സഞ്ചിയിലിട്ടില്ല. നേരം വെളുത്തു. ഗുഹയിൽ നിന്നവരിറങ്ങി യാത്ര തുടർന്നു. അങ്ങനെ കുറെ കഴിഞ്ഞ് നോക്കുമ്പോ ഈ സഞ്ചിയിലേക്ക് നോക്കിയപ്പോ കാണാൻ കഴിഞ്ഞതെന്താണെന്നറിയോ? ഈ മിനുസമുള്ള കല്ലുകളൊക്കെ നല്ല മുത്തുകളും പവിഴങ്ങളും മാണിക്യവുമായിരുന്നു. ലക്ഷങ്ങൾ വില വരുന്ന മുത്തുകളാണ്, മാണിക്യമാണ്. സുബ്ഹാനല്ലാഹ്. കൂടുതൽ എടുത്തിട്ടവർക്ക് വലിയ സന്തോഷമായി. കുറച്ച് എടുത്ത് സഞ്ചിയിൽ നിക്ഷേപിച്ചവർ ചിന്തിച്ചു, ഒരൽപ്പം കൂടി എടുത്തിടാമായിരുന്നു, എത്ര സൗകര്യമുണ്ടായിരുന്നു. എന്നിട്ടും അതെടുത്ത് സഞ്ചിയിലിട്ടില്ലല്ലോ. തീരെ ഇടാത്തവർ നെഞ്ചത്തടിച്ച് കരയാൻ തുടങ്ങി. അവര് വിളിച്ചു പറഞ്ഞു, യാ വൈലത്താ, നാശമേ, എന്റെ നാശമേ, വല്ലാത്ത നാശം തന്നെ. എന്തു പണിയാണ് ഞാൻ ചെയ്തത്? എത്ര സുഗമമായി എനിക്ക് ആ കല്ലുകൾ വാരി സഞ്ചിയിൽ നിക്ഷേപിക്കാമായിരുന്നു, പക്ഷേ ഞാനത് ചെയ്തില്ലല്ലോ. അതിന്റെ പേരിൽ അവര് വല്ലാതെ സങ്കടപ്പെട്ടു. ആ ദുൽഖർനൈനിയുടെ കൂടെയുണ്ടായിരുന്ന സംഘത്തിൽ കല്ല് നിക്ഷേപിക്കാത്തവരുണ്ടല്ലോ, അവരെ പോലെ നിങ്ങളാകരുതേ.
ദുനിയാവിൽ നിന്ന് ആഖിറത്തിലേക്ക് ആവശ്യമായ അമാലുകൾ ചെയ്യാൻ പറയുമ്പോൾ പരമാവധി താല്പര്യത്തോടുകൂടെ അമലുകൾ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിലാണ് ഖൈറ്. നാളെ റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾ ചിന്തിക്കും, അല്ലാഹ് ഒരൽപ്പം സുബ്ഹാനല്ലാഹ് കൂടി കൂടുതൽ പറഞ്ഞാൽ മതിയായിരുന്നു, ഒരൽപ്പം അൽഹംദുലില്ലാഹ് എന്ന് കൂടുതൽ പറഞ്ഞാൽ മതിയായിരുന്നു. ഫർളിന് പുറമെ ആവുന്നത്ര സുന്നത്തുകൾ വർദ്ധിപ്പിക്കാമായിരുന്നു. ലൈസ യതഹസ്സറു അഹ്ലുൽ ജന്ന ഇല്ലാ അലാ സാഅത്തിൻ മർറത് ഫിദ് ദുനിയാ ലം യദ്കുരില്ലാഹ ഫീഹാ. സ്വർഗക്കാര് പോലും ടെൻഷൻ അടിക്കുന്ന ഒരു രംഗുണ്ട്. സാധാരണ സ്വർഗക്കാർക്കൊന്നും ഒരു ടെൻഷനും ഉണ്ടാവില്ല. എപ്പോഴും സന്തോഷത്തിലും ഹാപ്പിയിലും റാഹത്തിലുമായിരിക്കും അവർ. എന്നാൽ ലൈസ യതഹസ്സറു അഹ്ലുൽ ജന്ന ഇല്ലാ അലാ സാഅത്തിൻ, ഒരു സമയത്തെ കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് ഖേദം വരും. ആർക്ക് ഖേദം വരും? എന്തിരുത്തായിരിക്കണത് ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ പറയണത് ആർക്ക് ഖേദം വരും? ലൈസ യതഹസ്സറു അഹ്ലുൽ ജന്ന, സ്വർഗക്കാർക്ക് ഖേദമില്ല. ആ സ്വർഗക്കാര് ഖേദിക്കുന്നത് ഇല്ലാ അലാ ഒരു സമയത്തെ കുറിച്ച് ഓർക്കുമ്പോഴാണ്. ഏതാണ് ആ സമയമെന്നല്ലേ? മർറത്ത് ഫിദ് ദുനിയാ, ദുനിയാവിൽ കഴിഞ്ഞുപോയി. ലം യദ്കുരില്ലാ, കാരുണ്യക്കടലായ റബ്ബിനെ ഓർക്കാതെ അല്ലാഹ്ക്ക് ദിക്ർ ചൊല്ലാതെ ദുനിയാവിൽ നിന്ന് കഴിഞ്ഞു പോയ സമയത്തിന്റെ കാര്യത്തിലാണ് നരകക്കാര് പോലും ഖേദിക്കുന്നതെന്ന് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് സ്വർഗക്കാര് പോലും ഖേദിക്കുന്നതെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ശ്രദ്ധിക്കുക, ദുനിയാവിന്റെ ചതിയിൽ പെടാതെ നോക്കണം. അതാണ് ഹിദായത്ത് കിട്ടിയവരുടെ അടയാളം, ഹൃദയം വിശാലമായവരുടെ അടയാളം. അത്തജാഫി അൻദാരിൽ ഖുറൂർ, ഈ ചതിയുടെ ലോകത്ത് നിന്ന് മാറി നിൽക്കലാൻ, ചതിയിൽ പെടാതെ അവനാന്റെ തടിയെ കാക്കലാൻ, ആഖിറത്തിലേക്ക് പോകണമെന്ന ചിന്തയോടുകൂടെ മരണത്തിന് ഒരുങ്ങി കഴിയലാണ്. അതിനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.